എല്ലാവർക്കും നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ലോകപ്രശസ്തി ആർജിച്ച തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ തിരുമറ്റക്കോട് ഗ്രാമത്തിലെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ, വിഷ്ണു, രണ്ട് പ്രധാന പ്രതിഷ്ഠകളാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലുള്ളത്. രണ്ടും തുല്യമായിട്ടുള്ള മൂർത്തികളാണ്. നാലമ്പലത്തിനുള്ളിൽ ആദ്യം ശിവനും അതിൻ്റെ പിന്നിലാണ് വിഷ്ണു ക്ഷേത്രവും ഉള്ളത്. അവിടുന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെയും 3 വിഷ്ണു ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിന് പുറമെ വേദവ്യാസൻ, ശാസ്താവ്, നാഗങ്ങൾ, ഗണപതി ഭഗവാൻ, വേദവ്യാസൻ, ദക്ഷിണാമൂർത്തി എന്നീ പ്രതിഷ്ഠകൾ കൂടി നമുക്ക് ഈ മതിലകത്ത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾക്ക് തന്നെ വളരെയധികം വൈശിഷ്ട്യമായിട്ടുള്ളൊരു ആധാരമായ കഥയാണുള്ളത്. പാണ്ഡവർ ഭാരതയുദ്ധം കഴിഞ്ഞ് ഒരു വലിയൊരു ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട്, വലിയൊരു ധർമ്മമാണ് അവർ നിലനിർത്തിയത്. അതിനുവേണ്ടി ചെറിയ ചെറിയ അധർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലുള്ള ചെറിയ അധർമ്മങ്ങൾ, യുദ്ധത്തിൽ നിയമപ്രകാരമല്ലാത്ത ചില യുദ്ധങ്ങൾ നടത്തുക, പേരിൻ്റെ ചക്രം പോന്നിരിക്കുന്ന സമയത്താണ് കർണനെ വധിക്കുന്നത്. അശ്വത്ഥമാവ് തത്വം എന്നുള്ളൊരു കള്ളപ്രചാരണം നടത്തിയിട്ടാണ് വേറൊരു പദം നടത്തുന്നത്. ഗുരുവിനെ വധിക്കാൻ പാടില്ല എന്നുള്ള ശാസ്ത്ര നിയമം ഉണ്ടെങ്കിൽ പോലും ഭീമസേനൻ ദ്രോണാചാര്യരെ വധിക്കുകയാണ്. അങ്ങനെയുള്ള വലിയ ബ്രഹ്മഹത്യാ പാപങ്ങളും ഗുരുപാപങ്ങളും എല്ലാം തീരുന്നതിന് വേണ്ടി ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വന്ന് ബലിതർപ്പണം നടത്തി അവരോരോരുത്തരും ഉപാസിക്കുന്ന ഭാവത്തിൽ ദേവനെ പ്രതിഷ്ഠ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ് അർജുനൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഷ്ണു. അത് പാർത്ഥസാരഥി ഭാവമാണ് ആ വിഗ്രഹത്തിനുള്ളത്. ചതുർബാഹു പ്രതിഷ്ഠയാണെങ്കിൽ പോലും പാർത്ഥസാരഥി ഭാവത്തിലാണ് വിഷ്ണുവിൻ്റെ സങ്കല്പമുള്ളത്. അത് പേരിൻ്റെ ചക്രം താഴ്ന്നിരിക്കുന്ന സമയത്ത് കർണനെ വധിച്ചതിൻ്റെ പാപം തീരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് ധർമ്മപുത്രർ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഷ്ണുവാണ്. അശ്വത്ഥമാവ് തത്വം എന്നുള്ളൊരു കള്ളപ്രചരണം നടത്തിയതിൻ്റെ ആ പാപ പരിഹാരാർത്ഥമാണ് ആ ഒരു ധർമ്മപുത്രർ ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. പിന്നെ ഗുരുവിനെ വധിച്ചു ഭീമസേനൻ. ദ്രോണാചാര്യ ഗുരുവാണ്. ഗുരുവിനെ വധിക്കാൻ പാടില്ല ശാസ്ത്ര നിയമപ്രകാരമൊക്കെ. അപ്പോൾ ആ ഗുരുവിനെ വധിച്ച പാപ തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഭീമസേനൻ നരസിംഹമൂർത്തി ഭാവത്തിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. ധർമ്മപുത്രർ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളതിൻ്റെ ഭാവം ശങ്കരനാരായണ ഭാവമാണ്. ഞങ്ങൾ യുദ്ധത്തിലൊന്നും പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ പൂർവീകർ ചെയ്യുന്ന പാപങ്ങളും സൽക്കർമ്മങ്ങളും പിൻതലമുറ അനുഭവിക്കാൻ ഇടയാവും. അത് കാരണം നമ്മൾ ഈ പാപകർമ്മങ്ങൾ അനുഭവിക്കാൻ ഇടവരണ്ട എന്ന് കരുതിയിട്ടാണ് നകുലിനും സഹദേവനും കൂടെ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അത് ഗോശാല കൃഷ്ണ ഭാവത്തിലാണ്. അങ്ങനെ 4 വിഷ്ണു പ്രതിഷ്ഠകൾ ഈ ഒരേ മതിലകത്ത് നമുക്ക് കാണാൻ കഴിയും. അത് പാണ്ഡവർ 4 പേരും 5 പേരും ചേർന്ന് ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഭഗവാൻ ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. പാണ്ഡവ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ പലതും ഉണ്ടെങ്കിൽ പോലും 5 പേരും ചേർന്ന് ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലം ഇത് മാത്രമാണ്. പിന്നീട് സ്വയംഭൂവായിട്ടുള്ള കാശി വിശ്വനാഥനാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ, അതായത് വിഷ്ണുവിൻ്റെ വലിയ ബലിക്കല്ലിൻ്റെ സ്ഥാനത്താണ് ശിവൻ്റെ പ്രതിഷ്ഠയുള്ളത്. നാലമ്പലത്തിൻ്റെ പുറത്ത്, അതായത് മതിലകത്തേക്ക് കടന്നിട്ട് നാലമ്പലത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലുള്ള ആ വിഷ്ണു പ്രതിഷ്ഠ ഒരിക്കലും കാണാൻ കഴിയില്ല. ശിവഭഗവാനെ ദർശനം ചെയ്ത് ഇടത്തോട്ട് പോയാൽ പിന്നിൽ മുകളിലേക്കുള്ള വാതിൽ കാണാം. അതിന് മാത്രം പോയാൽ കണ്ട് വിഷ്ണു ഭഗവാനെ കാണാൻ കഴിയുള്ളൂ. അതിന് പുറമേ തന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാ നിർമ്മാണത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ദേവന്മാരുടെ പ്രതിഷ്ഠകളിലൊക്കെ വൈവിധ്യമായിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ്, വൈരുദ്ധ്യമാണ് എല്ലാം ഇവിടെ ഉള്ളത്. ശരിക്കും നമുക്ക് കഞ്ഞിമൂലയിലെ എല്ലാ ഭാഗത്തും വരുന്നത് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വന്ന് കഞ്ഞിമൂലയിൽ വരുന്നത് ശാസ്താവും വേദവ്യാസനുമാണ്. എന്താ അങ്ങനെ വരാൻ കാരണമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പോൾ കാരണം അത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രമായതുകൊണ്ട്. നമ്മൾ തേര് തന്നെ ചെല്ലുന്ന സമയത്ത് പുറത്തുനിന്ന് കോമ്പൗണ്ടിൽ നിന്ന് നാലമ്പലത്തേക്ക് കടക്കുമ്പോൾ
തെക്ക് ഭാഗത്ത് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു ഗണപതിയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ദക്ഷിണാമൂർത്തി ഗുരുഭാവത്തിലിരിക്കുന്നത്. ഇതിലേറ്റവും വിശേഷമായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അമ്പലത്തിനും നമുക്ക് മുന്നിലേക്കും പിന്നിലേക്കും ഓരോ വാതിലുകളുണ്ടായിരിക്കും പോകുവാനുള്ള വഴി. ഒന്നുകിൽ കിഴക്കോട്ടാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറ് എന്തായാലും വാതിലുണ്ടായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ എൻട്രൻസ് ഏതാണോ അതേ ഭാഗത്ത് കൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് വരണം. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഈ ക്ഷേത്രത്തിന് വാതിലുകളില്ല. അതിവിടെ വന്നിട്ട് ഇതിൻ്റെ നിർമ്മിതി കണ്ടാൽ അറിയാം. പഴയ കാലത്ത് വലിയ കല്ലുകളൊക്കെ എടുത്ത് വെച്ച് കരിങ്കല്ലുകളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ക്ഷേത്ര നിർമ്മിതിയാണ്. അതൊക്കെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായിട്ടുള്ള ഒരു വിശേഷത നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വേറൊരു ചരിത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുനൻ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ ചതുർബാഹു വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിൽ ഇപ്പം കാണുന്ന തരത്തിലുള്ള താമര, വിരിഞ്ഞ താമര പോലെയുള്ള താമര അല്ല കൊടുത്തിട്ടുള്ളത്. ഭൂമിദേവി സങ്കല്പത്തിലായിരിക്കാമെന്ന് തോന്നുന്നുണ്ട്. ഓരോന്നിനും പ്രതിഷ്ഠകളുടെ സങ്കല്പങ്ങളുണ്ട്. താമര മൊത്തമായിട്ടാണ് കാണുന്നത്. ഭഗവാന്റെ കയ്യിലുള്ള താമരയുടെ അത് വിരിഞ്ഞതല്ലാതെ പത്മം മൊത്തമായിട്ടാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട ചരിത്രകാരന്മാർ MJ സാർ, പഠിത്തം മരണപ്പെട്ട MJ സാറൊക്കെ ഇവിടെ വന്നിട്ട് പല പ്രാവശ്യം വന്നിട്ട് പഠിക്കേണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹമൊക്കെ പറയുന്നത് ആ വിഗ്രഹ നിർമ്മാണം ഉണ്ടായിരുന്നത് 8-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ്. അതിന് ശേഷമുള്ള വിഗ്രഹ നിർമ്മാണത്തിലാണ് ഇത്ര പത്മം വിടർന്ന പത്മമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും കാലപ്പഴക്കമുള്ളൊരു വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിലേക്ക് പോയ അത്രയും കാലപ്പഴക്കമുള്ളൊരു ക്ഷേത്രമാണത്. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിന് ഇപ്പോഴുള്ള ഈ നിർമ്മിതികളൊന്നും ഇല്ലെങ്കിൽ പോലും വെയിലും മഴയും തട്ടില്ല. അതിൻ്റെ ഉള്ളിലൊരു തുരവുണ്ട്. അന്നത്തെ ലഭ്യമായ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. വളരെ വൃത്തിയായിട്ടൊരു തുരവ്. ആ തുരവിൻ്റെ ഉള്ളിലാണ് ശ്രീകോവിൽ എന്ന് പറയുന്ന ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമുള്ളത്. അതിനും പുറത്ത് ശ്രീകോവിലിൻ്റെ ശ്രീകോവിലിൻ്റെ ചുമരുകൾക്കുമിടയിൽ ഒരു ഇടനാഴി ഉണ്ടെന്നുള്ളതും കൂടി പ്രത്യേകതയാണ്. മറ്റുള്ള അമ്പലങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ഇടനാഴി നമ്മൾ കണ്ടിട്ടില്ല. ശ്രീകോവിലിൻ്റെ ഉള്ളിലൊരു ഇടനാഴി കണ്ടിട്ടില്ല. ഇത് ശ്രീകോവിൽ ചുമരിൻ്റെ പുറത്തുള്ള ചുമരിൻ്റെ ഇടയിൽ പ്രദർശനം ചെയ്യാൻ തരത്തിലൊരു ഇടനാഴി ഭഗവാന്റെ ആ ശ്രീകോവിലിനുണ്ടെന്നുള്ളത് അതിലൊരു പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പക്ഷിമാല, മൃഗമാല, ഭൂതമാല എന്നുള്ള സങ്കല്പത്തിൽ മരങ്ങളിലും മറ്റുള്ള വസ്തുക്കളിലും കൊത്തിവെച്ചിട്ടുള്ള മണ്ണായിരിക്കില്ല. മണ്ണും മറ്റുള്ള അന്ന് ലഭ്യമായിട്ടുള്ള എന്തൊക്കെയോ മിശ്രിതങ്ങളാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് പക്ഷിമാല, മൃഗമാല, മനുഷ്യമാല, ഭൂതമാല എന്ന തരത്തിൽ ജീവിത ചരിത്രങ്ങൾ തന്നെ ഒരു തല മുതൽ വേറൊരു തല വരെ വൈവിധ്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് അതിൻ്റെ തൊട്ട് താഴെ ഛായാചിത്രങ്ങൾ, മ്യൂറൽ പെയിൻറ്റിങ്സ് എന്ന് നമ്മളിപ്പോൾ പറയുന്ന പഴയ കാലത്തെ പഴയ ഛായാങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഛായാചിത്രങ്ങളാണ്. അതിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ ഇപ്പോൾ പുരാവസ്തുവിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യം. അവരെന്നെ വന്നിട്ട് പലതരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിച്ച് അത് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് എത്രയോ മുമ്പത്തെ വരകൾ പോലും അതിൻ്റെ അടിയിൽ വളരെ തെളിഞ്ഞ് കാണാനുണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെയൊക്കെ ശിക്ഷണത്തിൽ പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് ഇത് ഒരു പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും കാലപഴക്കം, ഒരു 3000-ഓളമൊക്കെ കാലപഴക്കം അവർ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലേക്ക് എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. അത്രയും കാലപഴക്കമുള്ള ചുമർചിത്രങ്ങളും കൊത്തുപണികളുമാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. കിരാതം, മറ്റേ കംസവധം, പൂതനാമോക്ഷം, സന്താനഗോപാലം, ദശാവതാരം, അങ്ങനെ ഒരുപാട് കഥകൾ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയാൽ കഥയായിട്ട് ഒരു ഭാഗം വരെ മുഴുവൻ നമുക്ക് ആ മ്യൂറൽ പെയിൻറ്റിങ്സിൽ കാണാൻ കാലപഴക്കം കൊണ്ട് വളരെയധികം ഗ്രഹിച്ചൊരവസ്ഥയിലാണ്. പലതും നമുക്ക് സാധാരണക്കാരന് ഇപ്പോൾ നോക്കിയാൽ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലായിരുന്നു.
ദേവൻ്റെ പൂജാതി കാര്യങ്ങളുമായിട്ടുള്ളൊരു വിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്ഷേത്രത്തിലും ഒരേ സമയം പൂജകൾ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. രാവിലെ 3 പൂജയാണ്. രാവിലെ 5 മണിക്ക് നട തുറക്കും. അതിനുശേഷം നിർമ്മാല്യ ദർശനം മറ്റുള്ളതെല്ലാം കഴിഞ്ഞ് 6 മണി 6:15 നമ്മൾ ഉച്ചപൂജ തുടങ്ങും. ആ പൂജ ശിവൻ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ഒരേ സമയത്ത് ചെയ്യണം. അതുപോലെ ചെയ്യുന്ന പന്തീരടി പൂജ, ഉച്ചപൂജ, വൈകിട്ടുള്ള ദീപാരാധന, അത്താഴപൂജ, തൃപ്പുക, ഇതൊക്കെ ഒരേ സമയത്ത് രണ്ട് ക്ഷേത്രത്തിലും ഒരേപോലെ ചെയ്യാൻ വേണ്ടി. അതിനാണ് ക്ഷേത്രത്തിലും 2 തന്ത്രിയുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തന്ത്രി കല്ലൂർ മനക്കാരാണ്. ശിവക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീധരൻ ചുമരത്തുമന, അവിടെ പട്ടാമ്പിക്കടുത്തുള്ള ശ്രീധരൻ ചുമരത്തുമനത്തിലാണ്. ക്ഷേത്രത്തിലെ കാര്യങ്ങളിങ്ങനെ കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് 2 ശാന്തി, 2 കഴകം, 2 അടിച്ചുതളി, അങ്ങനെയാണ് ഇവിടുത്തെ ക്രമം. കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് 2 ദേവന്മാരും ഒരേപോലെ തൃപ്തരായിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് അഷ്ടമിരോഹിണി ദിവസം നമ്മൾ വിഷ്ണു ഭഗവാന് കളഭാഭിഷേകവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അന്നേ ദിവസം അതേപോലെ തന്നെ ശിവനും കളഭാഭിഷേകം ചെയ്യും. ശിവരാത്രി ദിവസം ഇതേപോലെ നവകം, പഞ്ചഗവ്യം, ചെറുനാരങ്ങ, കരിമ്പ്, പാല്, തേന്, അങ്ങനെയുള്ള അഭിഷേകങ്ങളൊക്കെ, അതിന് ഏറ്റവും അവസാനം കളവും അഭിഷേകം ചെയ്യും. ഇതൊക്കെ ശിവഭഗവാൻ ചെയ്യുന്ന സമയത്ത് മേലെയും തന്ത്രി വന്നിട്ട് ഇതേപോലെ എല്ലാ കാര്യങ്ങളും പുരുഷ സൂക്തം ചൊല്ലിയിട്ട് വിഷ്ണു ഭഗവാനും ചെയ്യും. ഇടവ മാസത്തിലെ പ്രതിഷ്ഠാദിനാണൊക്കെ ഈ വരുന്ന 28-ാം തീയതി. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്ന് ഭഗവാൻ ഉണ്ടായിരിക്കും. കാലത്ത് ഒരു 8 മണി മുതൽ നമുക്ക് ഈ അഭിഷേകങ്ങളുടെ ദർശനമൊക്കെ സാധ്യമാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് പുറമെ ദേവന്മാർക്കും ഇതേപോലെ പൂജയായിട്ടില്ലെങ്കിൽ പോലും രാവിലെ വിളക്ക് വെപ്പ്, അഭിഷേകം നിവേദ്യമായിട്ട് 2 നേരം ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രത്യേകത വേറെ എവിടെയും ഉണ്ടാവില്ല. ഒരേപോലെ ശിവനും വിഷ്ണുവിനും പൂജയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തുന്നൊരു അമ്പലം വേറെ എവിടെയും ഉണ്ടാവില്ല. പാണ്ഡവര് അവരുടെ ദുരിതങ്ങളും ശാപങ്ങളൊക്കെ തീർത്ത ബലിയിട്ടൊരു സ്ഥലമാണിത്. ബലിയിട്ട് ദുരിതങ്ങൾ തീർത്തൊരു സ്ഥലമായതുകൊണ്ട് ദിവസവും അനേകായിരം ആൾക്കാർ ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തി പോകുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത വേറെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ വക്കിന് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കുനിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഈ ഭാരതപ്പുഴ ഈ ദേവൻ്റെ കിഴക്ക് ഭാഗത്തുള്ള തൃപ്പടികൾ തട്ടിയിട്ട് നേരെ വടക്കോട്ടാണ് പിന്നൊഴുകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിനൊരു പാപനാശിനി എന്നുള്ള സങ്കല്പം കൂടി വരുന്നുണ്ട്. അംബരീക്ഷന് മോക്ഷം കൊടുത്തൊരു സ്ഥലമാണ് ഈ അമ്പലം. പണ്ട് ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടി അംബരീഷ മഹാരാജാവ് ഇവിടെ വന്ന് ഭഗവാനെ സേവിച്ച് മോക്ഷപ്രാപ്തി അറിഞ്ഞിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. പിന്നെയുള്ളൊരു ചരിത്ര സംഭവം നമ്മുടെ ചേര രാജവംശത്തിൽപ്പെട്ട കുലശേരാഴ്വാർ എന്നറിയപ്പെട്ട ആൾ, മഹാകവിയാണ് അദ്ദേഹം, ബ്രാഹ്മണ കവിയാണ്. രാജവംശത്തിലാണ് ജനനമെങ്കിൽ പോലും പിന്നീട് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ഭ്രമം തോന്നി. ഭഗവത്ഗീത, രാമായണം അങ്ങനെയുള്ള കാവ്യങ്ങളിലൊക്കെ ഭ്രമം തോന്നി ദേശാടനം നടത്തി. ശ്രീരംഗത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ആഴ്വാറായിട്ടുള്ളൊരു പട്ടം ലഭിക്കുന്നത് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിലുള്ള 106 വിഷ്ണു ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുള്ള ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്. ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് സംസ്കൃതത്തിലായിരിക്കാം ഇറങ്ങിയിട്ടുണ്ടായിരിക്കുക. പിന്നീട് നമുക്ക് തമിഴിൽ, കർണാടകത്തിൽ, തെലുങ്കിൽ ഒക്കെ ലഭ്യമാണ്. സമീപകാലത്തായിട്ട് നമുക്കിപ്പോൾ മലയാളത്തിലും അത് ലഭ്യമായിട്ടുണ്ട്. 4008 ദിവ്യപ്രബന്ധം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ ഭൂമിയിലുള്ള 106 മഹാവിഷ്ണു മഹാക്ഷേത്രങ്ങളെ പറ്റി മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞതിൽ തന്നെ 13 കേരളത്തിലാണ്. ഈ 106 13 സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. അത് വളരെയധികം ഒരു പ്രത്യേകത ഉള്ളൊരു കാര്യമാണ്. ഈ ക്ഷേത്രവും തിരുനാവായ ക്ഷേത്രം മാത്രമാണ് നമ്മുടെ ഈ മലബാർ സൈഡിൽ ആ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നൊരു കാലഘട്ടം, ആ ഗ്രന്ഥത്തിൻ്റെ കാലപ്പഴക്കമൊക്കെ ഒരു 8-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണെന്ന് ആ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് അവിടുന്ന് നമുക്ക് ഒരു അറിവൊക്കെ ഉണ്ട്, പലരുമായി സംസാരിച്ചതിൻ്റെ രീതിയിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എനിക്കൊരു അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഈ ദേവൻ്റെ നടയിൽ ദേവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി തൃപ്പടിയായിട്ട് ജനിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ കവിതാ സംഹാരം അദ്ദേഹം അവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേർക്ക് മോക്ഷം കൊടുത്തിട്ടുള്ള ഈ സ്ഥലത്ത് നിങ്ങളും വന്ന് നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ തീർത്ത് ഈ
ഭഗവാനെ സേവിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തോന്നും ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം കാണുമ്പോൾ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഭഗവാന്റെ അടുത്ത് പോയിട്ടുള്ള ഏകാഗ്രത ശാന്തതയൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചൈതന്യം നിങ്ങൾക്ക് തനിയെ അനുഭവപ്പെടും. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ വരണം തോന്നും, അല്ലെങ്കിൽ പോകണ്ട തോന്നും. അത് ഞാൻ പറയാതെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇവിടെ വന്ന പലരുമായിട്ട് ഞങ്ങൾ പറയുമ്പോൾ അവരെന്നെ പറയും, നിങ്ങൾ സുഹൃതം ചെയ്ത ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം, നിങ്ങൾക്ക് പോകണ്ടല്ലോ ഇവിടുന്ന്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം നേടി മോക്ഷം ഉണ്ടാവാൻ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക.